പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വർഷത്തിൻ്റെ ആരംഭം മുതൽ വർഷത്തിൻ്റെ അവസാനം വരെയും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വർഷത്തിൻ്റെ അവസാനം വരെയും ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ സന്തോഷത്തോടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്നുപോയ വഴികൾ ഓർക്കാമെങ്കിൽ കഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും യാതനകളുടെയും നിന്ദകളുടെയും അപമാനത്തിൻ്റെയും ഓരോ വഴികൾ നാം താണ്ടുമ്പോഴും നാം നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ നമ്മുടെ കരത്തെ പിടിച്ച് നമ്മാറോട് ചേർത്ത് അണച്ചു പിടിച്ച് നമ്മോടൊപ്പം നടന്ന അരുമനാഥൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ഈ പാദപീഠത്തിൽ നമുക്കായിരിക്കുവാനും അടിയനായിരിക്കുവാനും ദൈവമായ കർത്താവ് സഹായിച്ചനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. അപ്പോൾ തന്നെ പുതുവർഷം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും കരുണയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ദൈവപാദപീഠത്തിൽ തന്നെ നമുക്ക് ആയിരിക്കുവാനും നമുക്ക് ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ സൂക്ഷിച്ച ദൈവം ഈ പുതുവർഷത്തിൽ നമ്മെ സൂക്ഷിക്കുവാനും പുതുവർഷത്തിൽ പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള പുതിയ കൃപകൾ എല്ലാം പ്രാപിച്ച് ദൈവനാമത്തിന് ഫലമുള്ളവരായി തീരുവാനും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യുവാൻ പറ്റാതെ പോയ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാതെ പോയ കാര്യങ്ങൾ പുതുവർഷത്തിൽ നമുക്ക് ചെയ്യുവാൻ ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ലഭിക്കാതെ പോയ നന്മകൾ പുതുവർഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പുതുവർഷം നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് താണിരിക്കുവാനും ഒക്കെ പുതുവർഷത്തിൽ നമുക്ക് പുതിയ ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിച്ചെടുക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഉയരങ്ങളിൽ ഉള്ളതിനെ ചിന്തിച്ചുകൊണ്ട് ദൈവഹിതത്തെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവ് വാതിൽക്കലാകയാൽ വിശുദ്ധിയോടും വേർപാടോടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ കരം നമുക്ക് എല്ലാവർക്കും അനുകൂലമായി ഇരിക്കത്തക്കവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചവരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകളെ ഞാൻ പറയുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ താണിരുന്നുകൊണ്ട് നല്ല അംശത്തെ തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മെ എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ആമേൻ.